പ്രമുഖ വ്യവസായിയും എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. കോഴിക്കോട് അരയിടത്തുപാലത്തെ ഓഫീസിലെത്തിയാണ് ഇഡി ചോദ്യം ചെയ്യുന്നത്. ചെന്നൈയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിലും ഇഡി റെയ്ഡ് നടക്കുകയാണ്. വിശദാംശങ്ങളുമായി വർഷ ചേരുന്നുണ്ട്. വർഷ, ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തി നിൽക്കവെയാണ് ഇപ്പോൾ നിർമ്മാതാവായ ഗോകുലം ഗോപാലന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ശ്രീകാർത്തിക, ചിട്ടി ഇടപാടിലെ ഫെഫ നിയമലംഘനവും അതേപോലെ അനധികൃത സാമ്പത്തിക ഇടപാടും സംബന്ധിച്ച് മുമ്പ് തന്നെ ഗോകുലം ഗോപാലനെതിരെ ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2023 കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ ഇഡി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും ഗോകുലം ഗോപാലനെ ഗോകുലത്തിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത്. വടകരയിലും അതേപോലെ ചെന്നൈയിലും കോഴിക്കോട് ഓഫീസിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് ഓഫീസിലാണ് നിലവിൽ ഇപ്പോൾ ഗോകുലം ഗോപാലൻ ഉള്ളത്. ഇപ്പോൾ നിലവിൽ കൊച്ചിയിലുള്ള ഇഡി യൂണിറ്റാണ് ഇപ്പോൾ ഈ ഗോകുലം ഗ്രാൻഡിലെത്തി ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള രേഖകളടക്കം ഇഡി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ. എമ്പുരാൻ സിനിമ 200 കോടി ക്ലബിൽ കയറിയതിന് പിന്നാലെയാണ് ഈ ഒരു ഇഡിയുടെ റെയ്ഡ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. അതേപോലെ തന്നെ എമ്പുരാൻ സിനിമയും ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വിവാദങ്ങളും ഉയർന്നു വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ആ വിവാദത്തെ മുൻനിർത്തിയും നമ്മൾ ഈ ഒരു റെയ്ഡിനെ കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ എന്ത് കാരണമാണ്, ചിട്ടിയുമായി ബന്ധപ്പെട്ട കാരണം തന്നെയാണ് റെയ്ഡ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അനധികൃത ചിട്ടി ഇടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നതും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോടും വടകരയിലും അതുപോലെ ചെന്നൈയിലും ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ചെന്നൈയിലുള്ളതും കേരള യൂണിറ്റ് തന്നെയാണ്. എന്തായാലും കൊച്ചി യൂണിറ്റിനാണ് ഇപ്പോൾ ഈ കോഴിക്കോട് അരയിടത്തുപാലത്ത് പരിശോധന പുരോഗമിക്കുന്നത്.